നമസ്കാരം. ഇതാണ് മഹീന്ദ്രയുടെ പുതിയ താർ. 2025 വന്ന ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ട വിപ്ലവകരമായ മാറ്റങ്ങളൊന്നും ഈ വണ്ടിക്കില്ല, റോക്സിൻ്റെ പോലെ. എന്നാലും കുറച്ച് കാലികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വണ്ടിക്ക് വേണമെന്ന് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ട് അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2020 വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3, 4, 5 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോഴും കാര്യമായിട്ട് മാറ്റങ്ങളില്ല. അപ്പോൾ തൊട്ട് മുന്നേ ഓഫേഴ്സിൽ വണ്ടി വാങ്ങിയ ആളുകൾക്ക് പേടിക്കേണ്ട, കാരണം ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആയിട്ടില്ല, ഷാസി മാറിയിട്ടില്ല, എഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പക്ഷേ ഫ്രണ്ടിലെ ആക്സിൽ ഡിസ്കൗണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റിൽ 2.2 ലിറ്റർ ഡീസലും 2 ലിറ്റർ പെട്രോളും 1.5 ഡീസലുമുള്ള ആ ഒരു എഞ്ചിനുള്ളത്. എന്തായാലും മാസം 10,000 വണ്ടിയോളം വിൽക്കുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്കൊക്കെ ഈ താറിന് ഒരു അപ്ഡേറ്റ് വേണ്ടത് തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ മാറ്റങ്ങൾ പറയാൻ വരും. ഇതിലിപ്പോൾ എന്താണ് ഇത്ര മാറ്റം തോന്നണ്ട. മാറ്റം എന്ന് പറയുമ്പോൾ എവിഡൻ്റ് ആണ്. കാരണം ആ ബമ്പറിലെ കളർ അവർ തിരിച്ചു കൊണ്ടുള്ളതാണ്. LED ഹെഡ് ലാംപ്സ് അല്ല, പക്ഷേ LED DRലാണെന്ന് അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഫോഗ് ലാമ്പ് ആണ്, ഇൻഡിക്കേറ്റർ ആണ്, ഒക്കെ അതൊക്കെ അങ്ങനെ തന്നെയാണ്. വൈപ്പറിൻ്റെ ബ്ലേഡ് മാറിയിട്ടുണ്ട്, അത് റോക്സിലെ ബ്ലേഡാണ്. അതൊരു കംപ്ലയിൻ്റ് ആയിരുന്നു മുന്നേ. പിന്നെ ഈ വീലിൻ്റെ ക്യാപ്പ് നോക്കിയാൽ, ആ ക്യാപ്പ് എന്ന് പറയുമ്പോൾ നടുവിൽ ചെറിയ കഷ്ണം അത് റോക്സിലാണ്. MRFൻ്റെ വാണ്ടർ 80 ആണ് ടയർ എന്ന് പറയുന്നത്. 255, 65, 618 മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും തന്നെയാണ്. ഇവിടെ ആക്സിൽ ഡിസ്കണക്ട് വന്നിട്ട് 4x4 എന്ന് പറയുമ്പോൾ ഹബ്ബ് അല്ലാത്ത ഡിസ്കണക്ട് വന്ന് ആക്സിൽ തന്നെയാണ്. അതെങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത് MHawk 130 എന്ന് പറയുന്ന എഞ്ചിനാണ് കേട്ടോ. വശങ്ങളിൽ മാറ്റമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻറ്റിനൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സ്റ്റെപ്പ് ഉണ്ട്, ആ അലോയിലിൻ്റെ ഡിസൈൻ കേട്ടോ. അപ്പോൾ രൂപത്തിലെ മാറ്റം എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് ബേസിക്കലി. പിന്നിലെ മാറ്റം എന്ന് പറയുന്നത് അലോയിലിനകത്ത് ക്യാമറ ഓക്കെ റോക്സ് പോലെ. പിന്നെ ഇവിടെ കണ്ടോ ഒരു ചെറിയ സുന, ഇത് ഗ്ലാസ് വാഷ് ചെയ്യുന്ന സുന. എന്തിനാ? ഇവിടെ വൈപ്പർ ഉണ്ട് കേട്ടോ, റിയർ വൈപ്പർ. സാധാ താറിന് ഫിറ്റ് കേട്ടോ അത്. ഇതിനകത്ത് വൈപ്പർ വാഷർ ഡീഫോഗർ ഉണ്ട്. തുറന്നാൽ നിങ്ങൾക്ക് ആ ഒരു വൈപ്പറിൻ്റെ മെക്കാനിസം ഞാൻ കാണിക്കാം. റോക്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് വൈപ്പർ, ഇതിൻ്റെ ലൈറ്റ് മെക്കാനിസം. ഇത് വൈപ്പർ, ഇതിൻ്റെ ലൈറ്റ് മെക്കാനിസം. സീറ്റിൽ വ്യത്യാസങ്ങളില്ല. പിന്നിലെന്താ ഉള്ളത്? പിന്നിലുള്ളത് ആ റിയർ AC വെൻറ്റും ചാർജിങ് സോക്കറ്റും ഒരു സീ പോർട്ടും കാണാം. ആ ആംറസ്റ്റ് സ്ലൈഡിങ് ആണ്. വേറെ വ്യത്യാസങ്ങൾ ഇല്ല. ഇതൊക്കെ ഇവിടെ ആംറസ്റ്റ് വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു, കൊടുത്തിട്ടില്ല. ഈ സീറ്റ് മടക്കാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടില്ല. ഓക്കെ, എല്ലാം നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, വയറൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഓഫ് റോഡർ ബേബി. ഈ സെല്ലോ ടൈപ്പ് അല്ല, ഇൻസുലേഷൻ ടൈപ്പ് പൊടിച്ചതൊക്കെ ചീപ്പുമാണ്, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, മഹീന്ദ്ര താറിൻ്റെ പാട്ടാണ്. വൈപ്പറുണ്ടോ? അകത്ത് ഈ ഡോർ പാഡിലൊരു വലിയ മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് പവർ വിൻഡോ സ്വിച്ച് ഇടുന്നുള്ളതാണ്. ഇതെന്താ രണ്ടെണ്ണം? പിന്നിൽ വിൻഡോ ഇല്ല, അപ്പോൾ ഒരു കോയിൻ ഹോൾഡർ ഉണ്ട്. ഇനി ഈ ബോട്ടിൽ ഹോൾഡർ ഉണ്ടോ? ഇത് താർ റോക്സിലും പറഞ്ഞു വന്നാണ്. അത് ഇവിടെയും കാണാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്, വ്യത്യാസങ്ങളില്ല. ഈ കീ കണ്ടോ? ഇതാണ് കീ എന്ന് പറയുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടില്ല. ഇത് ഇൻറ്റേർണൽ ഫ്യൂവൽ ഓപ്പണറാണ്. ഇതെന്ന് പറയുന്നത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഇവിടെയാണ് പൊട്ടിപ്പോരുന്നത്, അതിൽ വ്യത്യാസമൊന്നുമില്ല. സ്റ്റിയറിംഗ് മാറി 3x കണ്ട സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെ സ്വിച്ച് ഗിയറൊക്കെ കണ്ടോ, സ്വിച്ചുകളൊക്കെ കണ്ടോ. പിന്നെ ഈ ആംറസ്റ്റുകൾ സ്ലൈഡ് ചെയ്യാനുള്ള നേരത്തെ പറഞ്ഞേ. ഈ ആംറസ്റ്റേ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. പിടിച്ച് കയറാൻ ഒരു ഗ്രാബ് ഹാൻഡിലുണ്ട്. പിന്നെ മീറ്റർ ക്ലസ്റ്ററിൽ ഒരു മാറ്റമില്ല, സെയിം മീറ്റർ ക്ലസ്റ്ററാണ് കേട്ടോ. ഈ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, റീചാർജ് ചെയ്യാൻ പറ്റില്ല. ഈ സ്ക്രീൻ കണ്ടോ? ഈ സ്ക്രീനിൽ ഈ അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് എഞ്ചിൻ ടെമ്പറേച്ചർ, സ്റ്റിയറിംഗ് വീല്, പിച്ച്, റോള് എല്ലാം കാണാം. ഇത് റോക്സിൽ കണ്ട 3x കണ്ട അതേ സംഭവം തന്നെയാണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത് വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ AC വെൻറ്റുകൾ കാണാം. ഇതാണ് സ്വിച്ചുകൾ എന്ന് പറയുന്നത്. ഇവിടെ AC കൺട്രോൾസിൻ്റെ ഓട്ടോ AC അല്ല, ഇത് 4x4 ലിവറാണ്. 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ഓട്ടോമാറ്റിക്. ഇവിടെ 2 കപ്പുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി അത്രയൊക്കെ ഉള്ളൂ. വൈപ്പർ മാത്രമല്ല, ഇതും റോക്സിന് വന്നാണ്. കൂടാതെ ഈ സിൽവർ ഇൻസെർട്ട് കണ്ടോ, അത് ഇവിടെയും കാണാം. മഹീന്ദ്രയുടെ താറ് ഫേസ് ലിഫ്റ്റ് വരുന്നു എന്ന് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആവും, ഷാസി മാറുന്നല്ല റോക്സിൽ, അല്ലെങ്കിൽ സ്കോർപ്പിയോൻ്റെ കൂടിയ വേർഷനാണ് റോക്സിലുള്ളത്. അപ്പോൾ റോക്സിലെ ആ ഒരു കാര്യങ്ങൾ ഇതിനകത്തേക്ക് വരുത്തും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് കാര്യമായിട്ടുള്ള അഴിച്ചുപണി വേണം, അതായത് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തണം. എന്നാലേ സ്പ്രിങ്ങോ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുള്ളൂ, സസ്പെൻഷൻ്റെ വിടുത്ത് അല്ലെങ്കിൽ ആ ഒരു വീൽ ബേസ് ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ. അതൊക്കെ മാറ്റിയിരുന്നെങ്കിൽ താർ റോക്സ് പോലെ ഒരു ഇത്തിരി കൂടി റീസണബിൾ ആയിട്ട് റൈഡ് ചെയ്യുന്നൊരു വണ്ടിയായിട്ട് താറിനെ മാറ്റാമായിരുന്നു മഹീന്ദ്രയ്ക്ക്. പക്ഷെ മഹീന്ദ്ര ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അന്ന് ഓട്ടോ എക്സ്പോയിൽ കാണിച്ച, ഓട്ടോ എക്സ്പോ അല്ലല്ലോ, അവരുടെ August 15 ലോഞ്ചിന് കാണിച്ച വണ്ടികളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പുകളിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഫേസ് ലിഫ്റ്റ് ചെറുതാക്കി വെച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി വരുന്നത് ജീപ്പുമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാണ്ട് പെട്ടി രൂപമുള്ള SUV-കളായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും റോക്സിന്റെ സസ്പെൻഷൻ മികവുണ്ട്. സ്കോർപ്പിയോ തന്നെ അത്യാവശ്യം നല്ല മികവുള്ള സസ്പെൻഷൻ ആയിരുന്നു. അത് റോക്സിലേക്ക് വന്നപ്പോൾ റോക്സിനും അത്യാവശ്യം നന്നായിട്ട് ഒരു യാത്രാസുഖം തരാൻ പറ്റി. ഒരു ബോഡി ഓൺ ഫ്രെയിം എന്ന വെഹിക്കിൾ, അല്ലെങ്കിൽ ബോഡി ഓൺ ഫ്രെയിം വെഹിക്കിൾ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ല സസ്പെൻഷനുള്ള വണ്ടിയാണ് താർ റോക്സ്. അത് സ്കോർപ്പിയോനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ താർ റോക്സിന്റെ ഒരു ചെറിയ വെർട്ടിക്കൽ മൂവ്മെന്റ് ഒക്കെ നമുക്ക് കാണുമെങ്കിലും താറിനെ വെച്ച് നോക്കുമ്പോൾ പച്ച ഗജാന്തര. താറിന്റെ ഒരു റോഡിലെ മാനേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം
മോശമാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഓഫ് റോഡിൽ ഇത് തിളങ്ങുമെങ്കിലും ഓൺ റോഡിൽ നമുക്ക് അറിയാൻ പറ്റും ബാക്കിലേക്ക് ആളുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്ന ആ ഒരു കാര്യങ്ങളും ഒരിത്തിരി ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന എഞ്ചിൻ നേച്ചറും പവറൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് എടുക്കാനായിട്ട് സസ്പെൻഷനോ അല്ലെങ്കിൽ ഷാസി സെറ്റപ്പും കൂടെ സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ റോക്സിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു, ഉണ്ടായിട്ടില്ല. മാറ്റങ്ങൾ വന്നത് സ്റ്റിയറിംഗിന്റെ വീലിലാണ്. സ്റ്റിയറിംഗിന്റെ വീലിന്റെ മോട്ടറിലോ അല്ലെങ്കിൽ പമ്പിലോ അല്ല. അതൊരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പുതിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കുറച്ച് അമ്യൂണിറ്റീസ് ആയിട്ട് അല്ല പറയാം, കുറച്ചുകൂടി കൺവീനിയന്റ് ആവാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഡെഡ് പെഡൽ ഫോർ എക്സാമ്പിൾ, അത് ഓട്ടോമാറ്റിക്കലി മാത്രമേ ഉള്ളൂ, മാനുവലില്ല. പിന്നെ പെട്രോളിലും ഇതിന് ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ടെന്നുള്ള കാര്യം റോക്സിന് അതില്ല. റോക്സിന് പെട്രോളിൽ 4x4 ഇല്ലല്ലോ, ഞാൻ പറഞ്ഞതല്ലേ. അതെ, പെട്രോളിലും ഡീസലിലും 4x4 ഉള്ള ഒരു മോഡലാണ് താർ എന്നുള്ളത്. ഇപ്പോൾ 1.5 വാങ്ങുന്ന ആളുകളൊക്കെ തന്നെ ഇതിന് ലുക്കിന് വേണ്ടി വാങ്ങുന്നതാണ്. അവർക്ക് വീണ്ടും ആ ലുക്കിന് വേണ്ടി മേടിക്കാം. കാരണം ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് 1.5 എന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ, കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂ. ബാക്ക് സീറ്റിൽ മാറ്റങ്ങളില്ല. രണ്ട് സൈഡിലെ മഡ്ഗാർഡ് എപ്പോഴും മഡ്ഗാർഡായിട്ട് തുടരുകയാണ്. അതിന്റെ മുകളിൽ ആംബ്രസ്റ്റ് ഒന്നും വെച്ചില്ല. പക്ഷേ റിയർ AC വെന്റ് വന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഫ്യൂൽ ലിഡ് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റ് ടോപ്പ് ഇല്ലല്ലോ. സോഫ്റ്റ് ടോപ്പിന്റെ ഒരു കാര്യം അവർ നിർത്തി. ആ സോഫ്റ്റ് ടോപ്പ് നിർത്തിയോണ്ട് തന്നെ ഇപ്പോൾ സേഫ്റ്റി പ്രശ്നമില്ല, പൂട്ടിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അകത്ത് തുറക്കാവുന്ന ഒരു നിലയ്ക്ക് അതായിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഇതിന്റെ ഹാൻഡ്ലിംഗ് ഇഷ്ടപ്പെട്ടു. ഓഫ് റോഡിൽ, ഓൺ റോഡിൽ ഞാൻ പറയുന്നത് നമുക്ക് അടിയൊക്കെ തട്ടുന്ന ഫീലൊക്കെ ഉണ്ടായെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ലാതെ ഓടിക്കാൻ പറ്റുന്നത് ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു താറ് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് കുറെ മാറ്റങ്ങൾ നല്ലതാണ്. ഇപ്പോൾ സ്ക്രീനിൽ ഉണ്ടാകുന്ന ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പ്രശ്നങ്ങളൊക്കെ മാറി, പുതിയ സ്ക്രീൻ മാറി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. വയർഡാണ് സ്റ്റിൽ 2025 അത് വയർലെസ് അല്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് പരാതിയായിട്ടൊന്നും കാണണ്ട, കാരണം ആ സ്ക്രീനിന് അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ പരാതിയായിട്ട് പറയാം, കാരണം റോക്സിന് അതുണ്ട്. പിന്നെ റിക്വസ്റ്റ് സെൻസറോ എല്ലാം വെക്കാമായിരുന്നു, കാരണം എല്ലാം റോക്സിനുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെറുതാക്കിയതാ, ഗ്രില്ല് മാറി, ഗ്രില്ലിന്റെ പെയിന്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ടിലുള്ള ആ ഒരു സാധനം, ആ കളർ മാറ്റിയതും എനിക്ക് തോന്നുന്നു അത് ശരിക്കും പറഞ്ഞാൽ പഴയ മോഡൽ നല്ലതായിരുന്നു എന്ന് മഹേന്ദ്രയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ തിരിച്ചു കൊണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത്. എന്തായാലും ബാക്ക് സീറ്റ് യാത്ര ഇപ്പോഴും കഠിനം തന്നെയാണ്, കഠിനം ഇപ്പം. അതല്ലാതെ ഫ്രണ്ട് സീറ്റ് യാത്ര വലിയ കുഴപ്പമൊന്നുമില്ല. സീറ്റിലെ ഇരിപ്പൊക്കെ നല്ലതാണ്, നമുക്കെല്ലാം കാണാനൊക്കെ പറ്റുന്നുണ്ട്. വൈപ്പർ ബ്ലേഡ് കാഴ്ച അങ്ങനെ മറക്കുന്നൊന്നുമില്ല. ലൈറ്റൊക്കെ സാധാ ലൈറ്റിനാണ്, LED ഒന്നും ആയിട്ടില്ല. എന്തായാലും ഒരു താറിന് കിട്ടിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത്ര മികച്ചൊരു അപ്ഡേറ്റ് അല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു അപ്ഡേറ്റ് ആണ് എന്നാ പറയാനുള്ളത്. ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു അപ്ഡേറ്റിന് വേണ്ടി കൊടുത്തൊരു അപ്ഡേറ്റാണ്. കാരണം നന്നായി വിൽക്കുന്ന ഒരു വണ്ടി, ഒരു അപ്ഡേറ്റ് ഒന്നും ഇല്ലെങ്കിലും വിൽക്കും. പോണം ഓഫറൊക്കെ വന്നപ്പോഴും അല്ലെങ്കിൽ GST കട്ടൊക്കെ വന്നപ്പോഴും പ്രൈസ് ഒക്കെ കുറഞ്ഞപ്പോഴൊക്കെ ശരിക്കും വണ്ടികൾ ഒരുപാട് വിട്ടിട്ട്. ഇപ്പൊ ഈ വില കുറവും ഏറ്റവും വില കുറഞ്ഞൊരു വണ്ടി നിലയ്ക്ക് താറിലേക്ക് മാറി 16 സംതിങ് ആണോ ആ ഒരു 4x4 ഒരു വില, മാനുവലിന്റെ പെട്രോളോ ഡീസലോ എന്തായാലും. അപ്പൊ ആ ഒരു വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓടിക്കാനും വാങ്ങാനൊക്കെ പറ്റിയൊരു വണ്ടിയായിട്ട് മാറി എന്നുള്ളതാണ്. ആ GSTക്ക് താങ്ക്സ് പറയാം. എന്നാലും ഇവര് വണ്ടിക്ക് കാലികമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ആദ്യമേ വേണ്ടിയിരുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നുള്ള പറയുന്നത്. കൂടുതലായിട്ട് മഹേന്ദ്രയ്ക്കും തോന്നിയ കാര്യമല്ല, എല്ലാം കസ്റ്റമേഴ്സ് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ ഡെയിലി ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു വണ്ടിയായിട്ട് താറ് മാറി എന്നുള്ളതാണ്. പൂട്ടി വയ്ക്കാം, അതല്ലെങ്കിൽ AC ഉണ്ട് പിന്നിൽ, അതല്ലെങ്കിൽ പിടിച്ചു തരാൻ ഹാൻഡിലുണ്ട്, ആംറസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡെഡ് പെഡൽ കാണാം. ഇപ്പൊ എന്തുകൊണ്ടാണ് പാസഞ്ചർ സൈഡിൽ ആംറസ്റ്റ് ആയിട്ട് വെച്ചാൽ അവിടെ ഹാൻഡ് ബ്രേക്കിലുണ്ടാ, സാധാ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ്. അപ്പോ കൊള്ളാവുന്നൊരു വണ്ടിയായിരുന്നു താറ്. അത് ജനങ്ങള് സ്ഥിരീകരിച്ച കാര്യമാണ്. അതിനകത്ത് കുറച്ച് ആഡോൺസ് വന്നു, അതാണ് അതിന്റെ കാര്യം. ഒരു മേർലി ഒരു ഫേസ് ലിഫ്റ്റ്, ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ്. അപ്പൊ അടുത്ത വീണ്ടും വരാം. നന്ദി, നമസ്കാരം.